ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഹാപ്പിയാണ്. ഡയറ്റ് ആണോ? ഡയറ്റ് ആണോ? ആ ചെറിയ ഞാൻ എനിക്ക് വെയിറ്റ് ഗെയിൻ ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഓടി നടക്കുന്നത്. ഇന്നിപ്പോ കുറച്ച് ഉച്ചക്ക് ഒരു ബൗൾ ഫ്രൂട്ട്സ് ആണ് എനിക്ക് ഉള്ള ലിസ്റ്റിലുള്ളത്. ആ ഡയറ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകളില്ല. ഞാൻ എക്സാക്റ്റ് ആയിട്ടുള്ള ഞാനല്ല ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് വരും അല്ലെ, അങ്ങനെയല്ല എല്ലാവരും. ഞാനില്ലാത്ത ഞാൻ ഇന്നലെ കഴിക്കാത്ത ഫുഡ് കഴിക്കാൻ പോയി, ഓരോന്ന് ഐസ്ക്രീം അത് കഴിച്ച് അവരുടെ ലൈഫില് ഹാപ്പി ആയിരുന്നു. ഇനി ഒരുപാട് ഇനി ഒരുപാട് ചെയ്യാൻ. നല്ല വെറൈറ്റി വല്യപ്പന്റെ പേര് പോത്തനായി പോയതുകൊണ്ടാണ്. അതൊരു കോട്ടയത്തുള്ള ഒരു പേര് തന്നെയാണ്. എല്ലാരും പോത്തന്നാണ് വിളിക്കുന്നത് അല്ലേ? അത് പോത്തെന്നുള്ള പേരിനോട് ഇച്ചിരി സാമ്യം ഉള്ളതുകൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. CEO ഒക്കെ ആയിരുന്നു. ചെറിയ രീതിയിൽ വീരൻ ചേട്ടന്റെ സപ്പോർട്ട് സിസ്റ്റമാണ് ലക്ഷ്മി മേനൻ. എന്താ സംശയം? ഗൂഗിൾ പറഞ്ഞു. മനസ്സിലായില്ലല്ലോ. ടെൻഷൻ വന്ന ഫുഡ് കഴിക്കണം, ഉറങ്ങാൻ വേണം നല്ലോണം. ഏതാ അപ്പൊ കഴിക്കുന്ന ഫുഡ്? ചോറും കറിയും. ഞാൻ കഴിക്കണം, ഞാൻ കൂടെ കമ്പനിക്ക് വരും. നിങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാം, സാധനങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാം. ഈ സെക്ഷൻ മൊത്തം എടുക്കാമല്ലോ. ഞാനൊരു ഫ്രൂട്ട്സ് ചേച്ചി നാടൻ ഫുഡിന്റെ ആളാണ്. ഞാൻ നാടൻ ഫുഡാ. അപ്പൊ ദുബായിലല്ലേ സെറ്റിൽ ആയിട്ട്? അപ്പൊ അവിടെയും വീട്ടിലൊക്കെ കൂടുതൽ നാടൻ ഫുഡാണ് ഉണ്ടാക്കുന്നത്. ആയത് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? നാടൻ ചോറും കറി. ഏറ്റവും ഇഷ്ടമുള്ള കോംബോ ഏതാ? ചോറ്, പുളിശ്ശേരി, ഇതുപോലെ മുതിര മെഴുക്കുവരട്ടി, അല്ലെങ്കിൽ പയർ പുഴുങ്ങിയത്. ഫ്രൂട്ട്സ് ഒക്കെയാണ് ഞാൻ അവിടെ എടുത്ത് ഞാൻ എൻ്റെ ഒരു ചെറിയ ബൗളുണ്ട്. ഞാനൊന്നും എടുത്തിട്ടില്ല. ഈശ്വര എന്താ ചെയ്യാ? നല്ല കുത്തരി ചോറ്. ഈ റൈസ് അവിടെ ഭയങ്കര കോമൺ അല്ലേ? നല്ല സലാഡ് സെക്ഷൻ. പാലക്കാട് മട്ടയും കിട്ടും അവിടെ. എല്ലാം കിട്ടും. എല്ലാം കിട്ടും. പാലക്കാട് മട്ട. ഡയറ്റിലാണെന്നൊക്കെ ഡയറ്റിലാണ്. എന്നിട്ടാണോ ചോറ് കഴിക്കുന്നത്? അത് കുഴപ്പമില്ല. ഒരു ദിവസം കഴിക്കാം. ഓരോ ദിവസം ഡെയിലി അപ്പൊ അവിടെ ഒന്നല്ലേ കഴിക്കണേ? ഞാൻ ഇപ്പൊ അധികം ഫുഡ് കഴിക്കുന്നത് കുറവാണ്. അപ്പൊ ഈ ഇൻസ്റ്റയിലൊക്കെ റീൽസിൽ ഇങ്ങനെ കാണിക്കത്തില്ലേ ഡയറ്റ് എടുക്കാന്ന്? അതല്ല, വീടും ചേട്ടനായിട്ട് കളിയാക്കിയിട്ട് പറയാറില്ലേ ഡയറ്റ് ഒക്കെ എടുക്കുക 2 ദിവസം എടുക്കില്ല. ഈ റോഷൻ സാർ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഹാപ്പിയാണ്. ഡയറ്റ് ആണോ? ഡയറ്റ് ആണോ? ആ ചെറിയ ഞാൻ മൂവിന്റെ ഭാഗമായിട്ടാണോ അതോ മാനേജ് ചെയ്യേണ്ടതുണ്ട്. എത്ര ടാർഗറ്റ്? അങ്ങനെയൊന്നുമില്ല. ഒന്നുമല്ല, എനിക്ക് മേക്കപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് സ്കിൻ ലൂസ് ചെയ്യേണ്ടതുണ്ട്. ഒരു സഡൻ വെയിറ്റ് ലോസ് ആണ് വേണ്ടത് പറ്റുന്നിടത്തോളം. റോഷൻ എനിക്ക് വെയിറ്റ് ഗെയിൻ ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഓടി നടക്കുന്നത്. മൂവിന്റെ ഭാഗമായിട്ട് തന്നെ. മൂവിയുടെ ഭാഗമായിട്ട് തന്നെ. ഓക്കെ. എന്നാലും കാണുമ്പോൾ നമുക്കൊന്ന് കഴിക്കാൻ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാനൊക്കെ തോന്നൂല്ലേ? ഇല്ല, ഒരു ഡിസിഷൻ നമ്മൾ ഫോളോ ചെയ്താൽ പിന്നെ അതങ്ങ് ഫോളോ ചെയ്യാം, അത്രേ ഉള്ളൂ. അത് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഒരു ലോങ് പീരീഡിലാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമുക്കൊരു ഷോർട്ട് പീരീഡിൽ എനിക്കൊക്കെയാണ് പേഴ്സണലി. പക്ഷെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് മടുക്കും. ഭയങ്കര കൺഫ്യൂഷൻ. ഇവിടെ ഒരുപാട് ഡിഷുകളുണ്ട്. അങ്ങോട്ട് തിരണം ഇങ്ങോട്ട് തിരണം എന്ന് അറിയില്ല. ലക്ഷ്മി ചേച്ചിയുടെ കൂടെ പോയിട്ട് ഞാൻ നാടൻ ഫുഡൊക്കെ എടുക്കുകയും ചെയ്തു. ആ ഒരു കൺഫ്യൂഷൻ. സാലഡ്സ് എനിക്ക് ഇഷ്ടമാണ്. അല്ല, ഞാൻ ഇന്നിപ്പോ കുറച്ച് ഉച്ചക്ക് ഒരു ബൗൾ ഫ്രൂട്ട്സ് ആണ് എനിക്ക് ഉള്ള ലിസ്റ്റിലുള്ളത്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ എന്താക്കി തീരുമെന്ന് എനിക്കറിയില്ല. ഇത് പുതിയ ക്യൂസീനൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നോക്കാം. എവിടെ പോയി? ഓക്കെ. നമുക്ക് പ്രോട്ടീൻ ഡയറ്റ് എടുക്കാൻ പറ്റില്ലേ സാർ? എടുക്കാം, പല രീതിയിലുള്ള. അപ്പോൾ സാർ എന്ത് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്? ഇപ്പം ഞാൻ നേച്ചുറോപ്പതിയാണ്. നേച്ചുറോപ്പതി എന്ന് വെച്ചാൽ? നേച്ചുറോപ്പതി എന്ന് പറയുന്ന അല്ല, എങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഫാസ്റ്റിംഗ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 3 ദിവസത്തെ ഫാസ്റ്റിങ്ങിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ചെറിയ ലിക്വിഡ് ഫുഡ് ഇപ്പോൾ ഫ്രൂട്ട്സിലാണ്. പിന്നെ റോ വെജിറ്റബിൾസ് അങ്ങനെ ഇല്ല. തീരുമാനം എടുത്താണ്. പോത്തന്റെ വിൽ പവർ ഭയങ്കര സ്ട്രോങ് ആണ്. ഇതുപോലെ പല കാര്യങ്ങളും തീരുമാനം എടുത്തിട്ട് നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. അതെ. എനിക്ക് അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. എനിക്ക് എപ്പോഴും ഫുഡ് കൂടുതൽ കഴിക്കാന്നുള്ള ടൈപ്പ് ഡയറ്റുകളെ വന്നിട്ടുള്ളൂ. അത് തന്നെയാണ് ആ ഡയറ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകളില്ല.
ഇഷ്ടമുള്ളത്. നാട്ടിൽ നാടൻ ഫുഡുകളെല്ലാം ഇഷ്ടമാണ്. ചോറ് ഇഷ്ടമാണ്, കപ്പ ഇഷ്ടമാണ്. വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയും ഒരു ചപ്പാത്തിയും ഒക്കെയാണ് ഏറ്റവും ഫേവറേറ്റ് കംഫർട്ട് ഫുഡ്. അത് എന്നും എപ്പോൾ കിട്ടിയാലും എത്ര കഴിച്ചാലും മടുക്കൂല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് കൗമുദി മൂവീസ് എത്തിയിട്ടുള്ളത് ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നമ്മൾ വന്നിട്ടുള്ളത് ഹോളിഡേയിൽ ഒരു ലഞ്ച് ടുഗെദറായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ ലേറ്റസ്റ്റ് മൂവി ഇപ്പോൾ തിയേറ്ററിൽ June 13 റിലീസ് ആവുകയാണ്. പേര് റോന്ത് എന്ന് പറഞ്ഞ മൂവിയാണ് റിലീസ് ആവുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇവർ ഇത്രയും പേര് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. സോ നമുക്ക് കഴിച്ചുകൊണ്ട് പറയാം. ഓക്കെ അല്ലേ? കമാ. ഇതാണോ ലഞ്ച് ബോക്സ്? വീട്ടിൽ നിന്ന് തന്നിട്ടാണോ? വൈഫ് സെറ്റ് ചെയ്ത് തന്നെയാണ് സർ? എന്തായാലും പണ്ടൊക്കെ നല്ല ചോറില്ല, മറ്റേ ചോറ്റുപാത്രത്തിൽ ചോറും ചമ്മന്തിയൊക്കെ തന്നിടുന്ന പോലെ ഇപ്പം വൈഫൊക്കെ ഫ്രൂട്ട്സ്. മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ. നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പറ്റാറില്ലല്ലോ ചില ഡയറ്റ്സിലല്ലേ? മാംഗോ സ്വീറ്റ് കൂടുതലാന്ന് പറയാം അല്ലേ? എനിക്കങ്ങനെ പ്രശ്നം വലിയ ധാരണയുമില്ല. എനിക്ക് ധാരണയൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഐഡിയനെ ഫോളോ ചെയ്യാന്നുള്ളത് ആരുടെയും ഒരു നിർദ്ദേശപ്രകാരം. അപ്പോൾ പ്രോപ്പർ ഡയറ്റീഷ്യൻ ഒക്കെ ഉണ്ടോ സാറിന്? എനിക്കായിട്ടൊരു ഡയറ്റീഷ്യൻ ഇല്ല. ഒരു ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. അന്നേരത്തെ സാഹചര്യം അനുസരിച്ച്. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. എങ്ങനെയുണ്ട് റഷ്യൻ ഫുഡ്? മാംഗോ എങ്ങനെയുണ്ട് സാർ? കലക്കി വീട്ടിലുണ്ടായിരുന്നാണോ? ഓക്കെ, അപ്പം നമ്മുടെ ഈ മൂവി എന്താ പറയുന്നത്? എന്താണ് ഓൾ അബൌട്ട് ദിസ് മൂവി? ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഒരു സീനിയർ ആയിട്ടുള്ള പോലീസ് ഓഫീസർ, ഒരു ജൂനിയർ ആയിട്ടുള്ള പോലീസ് ഓഫീസറിന്റെ ഒരു ഈഗോയും ക്ലാഷും അങ്ങനെയൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഒബ്സർവേഷൻ വേണം, ഒബ്സർവേഷൻ എന്നൊക്കെ. അപ്പോൾ പക്ഷെ ടൈറ്റിൽ കണ്ടപ്പോൾ ഒരു റെഡ് കളറിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതെന്താ ഒരു പിടുത്തമില്ല. കോമഡി ആണെന്നും തോന്നി, ത്രില്ലർ ആണെന്നും തോന്നി. അപ്പോൾ എന്താണ് ഈ മൂവി പറയുന്നത്? എവറിത്തിങ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് അങ്ങനെ തോന്നിയത്. ഇപ്പൊ ഈ രണ്ട് പോലീസുകാരുടെ ഒരു രാത്രിയുടെ യാത്രയാണ്. ഒറ്റ രാത്രിയിലുള്ള പരിപാടിയാണ്. രാത്രി ഒരു 24 മണിക്കൂർ അല്ലേ? ഈവനിങ് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വരെയുള്ള 24 hours ഒരു. അപ്പൊ അവരുടെ ആ ഒരു ദിവസത്തെ ജീവിതത്തിൽ എവറിത്തിങ് ദാറ്റ് ദേ കം അക്രോസ് എന്നുള്ള സാധനം അങ്ങനെ എല്ലാം ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോമഡി ആയിട്ടും ഇതൊക്കെ തോന്നുന്നത്. ഈ രണ്ട് പോലീസുകാർ അവരുടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇക്വേഷൻ മാത്രമല്ല, അവർക്ക് മുമ്പിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, അവര് അപ്രോച്ച് ചെയ്യുന്ന, അവർ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കോളുകളും അതിനകത്ത്. അങ്ങനത്തെ ഒരു പെട്രോളിങ്ങിനിടയിൽ അവർ കണ്ടുമുട്ടുന്ന കേസുകൾ, ആളുകളിൽ നിന്നൊക്കെ നമ്മുടെ സൊസൈറ്റി എന്തോ ഓക്കെ ഒരു പെട്രോളിങ്ങിൽ. അപ്പം റോന്തെന്ന് പറഞ്ഞാൽ പെട്രോളിംഗ് എന്നാണ്. പെട്രോളിങ്ങിന്റെ മലയാളം വാക്കാണ് റോന്ത്. അപ്പം ഒരു പെട്രോളിങ്ങിൽ അവർ ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരിലൂടെ നമ്മുടെ നാട്ടിലെ അവസ്ഥ, നാട്ടിലെ ആൾക്കാരുടെ സാഹചര്യങ്ങൾ, ക്യാരക്ടേഴ്സിനെയൊക്കെ കൂടി സിനിമ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കരുതുന്നത്. അതിലൂടെ ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സണൽ കോൺഫ്ലിക്റ്റുകളും നറേറ്റ് ചെയ്ത് പോകുന്നതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അപ്പോൾ ഒരു സിംഗിൾ ലൊക്കേഷൻ ആയിരുന്നല്ലോ, അത് ഏതായിരുന്നു? കണ്ണൂർ. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മൾ താമസിച്ചിരുന്നത് നല്ലൊരു ഹോട്ടലായിരുന്നു അല്ലേ? അവിടെ ഒരു നല്ല റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, നല്ലൊരു. പിന്നെ ഞങ്ങൾ പൊതുവെ രാത്രിയിലായിരുന്നല്ലോ കൂടുതലും ഞങ്ങൾ രാത്രിയായി ഷൂട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഫുഡ് ഓപ്ഷൻസ് കുറവായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ സെറ്റിൽ തന്നെ നല്ല ഭക്ഷണം ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്തി. അപ്പൊ രാത്രി എന്ന് പറയുമ്പോൾ മറ്റേ പുലർച്ചെ വരെയൊക്കെ ഷൂട്ട് ഉണ്ടാവില്ലേ? കുറച്ച് ദിവസങ്ങൾ അങ്ങനെ തന്നെയാണ്. വൈകുന്നേരം 6 മണിക്ക് തുടങ്ങും, രാവിലെ 6 മണിക്ക് തീരും. നല്ല ജെറ്റ് ലാഗ് പോലെയൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് യൂസ്ഡ് ആയെന്ന് തോന്നുന്നു അല്ലേ? നമ്മളൊരു എനിക്ക് പേഴ്സണലി അങ്ങനെ രാത്രി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. രാത്രി പണ്ട് മുതലേ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കാനൊക്കെ ആണെങ്കിൽ നേരം വിളിക്കും, രാത്രി എത്ര വേണേലും ഇരുന്ന് പഠിക്കാം. പക്ഷെ പകലിന് ഞാൻ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല. ട്രെയിലർ ഇന്ന് റിലീസാണ്. ഇന്ന് ലോഞ്ചാണ് ടീസറാണ് വന്നത്. എന്താണ് അപ്പൊ ഇതിലുള്ള റോള്? ദിലീഷേട്ടന്റെ വൈഫാണ്. ചേച്ചിയുടെ ഡെബ്യൂ മൂവിയാണോ? അല്ല, ഞാൻ മുമ്പ് 10 years ബാക്ക് ഒരു മൂവി ചെയ്തിരുന്നു, സോൾട്ട് മാംഗോ ട്രീ തോന്നിട്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ മൂന്നുപേരോടുള്ള സീക്വൻസ്? ഇല്ല, ഞാനും റോഷൻ തമ്മിൽ കോംബോ ഇല്ല. ഞാനും ദിലീഷേട്ടനും മാത്രമേ ഉള്ളൂ കോംബോ. എനിക്ക് ആ 3 ദിവസം വർക്ക് ഉണ്ടായിരുന്നു. 3 ദിവസം. എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റ്? നല്ല അടിപൊളി സെറ്റ് ആയിരുന്നു.
ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ദിലീഷേട്ടാണ്, ഷായി ചേട്ടനാണെങ്കിലും ഒക്കെ ഇൻക്രെഡിബിളി സപ്പോർട്ടീവ് ആയിരുന്നു. അതേപോലെ അതുപോലെ ഷാഹി കബീറിന്റെ ഇത് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കമന്റിൽ ഇടുന്നുണ്ടായിരുന്നു, ഇതാണെങ്കിൽ എന്തായാലും ഞങ്ങൾ വന്ന് കാണും, എന്തായാലും കാണും. അപ്പോൾ ആളുടെ ആ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ടുവേർഡ്സ് ആർട്ടിസ്റ്റ് ആണെങ്കിലും പിള്ളേരുടെ ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ നമുക്കൊരു സ്പേസ് ഒക്കെ തയ്യാറുണ്ടോ നമ്മുടെ ഇംപ്രവൈസേഷനും ഒക്കെ? പിന്നെ തീർച്ചയായിട്ടും ഷായിക്ക് കൃത്യമായൊരു ധാരണയുണ്ട് ഷായിയുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ആയിട്ട്. ആ ധാരണ വെച്ചിട്ട് തന്നെയാണ് ഷായി എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യാറ്. കൃത്യമായിട്ട് ആ സ്പേസ് നമുക്ക് തരാറുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് ഓക്കെയാണ്. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും അല്ലേ, അതൊക്കെ തന്നെ അങ്ങനെ തന്നെ. ഞാൻ കണ്ട ഭയങ്കര രസമുള്ള ഒരു വർക്കിംഗ് ഇക്വേഷൻ, ഷാഹി ആക്ച്വലി സിനിമ ജീവിതം തുടങ്ങുന്നത് പോത്തേണ്ട സെറ്റില്ല. ഷാഹി വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് പടം തൊണ്ടിമുതൽ ദൃക്സാക്ഷിയാണ്. അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതെ, അവിടുന്ന് ഇപ്പൊ പോത്തേട്ടനെ ആസ് എൻ ആക്ടർ ഡയറക്ട് ചെയ്യുന്നു എന്നുള്ളതിന് തന്നെ ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പൊ ഷാഹി ഈ ഇക്വേഷൻ നാവിഗേറ്റ് ചെയ്തതും ഭയങ്കര രസമായിട്ടാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വർക്ക് ചെയ്യുമ്പം ഏത് ആക്ടേഴ്സ് ആയാലും നമ്മൾ ചെയ്യാൻ പോകുന്ന സീനിനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ധാരണകളുണ്ടാകും. അപ്പോൾ അതിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാകാം, പല വേർഷൻസ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന്റെ പുറത്ത് പോത്തേട്ടൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പോയിന്റിലും നമ്മുടെ സിനിമേനെ പോസിറ്റീവ്ലി അല്ലാതെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലാണ് ഷാഹിയും പോത്തേട്ടനും ബാക്കി ഞങ്ങളെല്ലാവരും ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോയത്. എനിക്ക് അതിന്റെ ബാലൻസ് ആയി ബ്യൂട്ടി ഞാൻ ഭയങ്കരമായിട്ട് പേഴ്സണലി എൻജോയ് ചെയ്തു. അപ്പൊ അവിടെ സീനിയോറിറ്റി മാറി നിൽക്കും, ഹൈറാർക്കി മാറി നിൽക്കും. നമ്മൾ ചെയ്യാൻ പോകുന്ന സീനിന് ഏറ്റവും ബെസ്റ്റ് സജഷൻ ആരുടെയാണോ അതാണ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നത് എന്നുള്ള അങ്ങനെ ഒരു വർക്കിംഗ് പ്രോസസ് ആയിരുന്നു. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു കംപ്ലീറ്റ് ടീം വർക്ക് ഉണ്ടാവും അപ്പൊ അല്ലേ എല്ലാ രീതിയിലും? പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെയാണല്ലേ? അതെ അതെ, പടത്തിൽ ഉടനീളം ഞങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നു വർക്ക്ഔട്ട് ചെയ്യാൻ? നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരുമിച്ചല്ലേ? അല്ല, ഞങ്ങൾ മൂത്തോൻ എന്ന് പറയുന്ന സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങള് റൂംമേറ്റ്സ് ആണ്. നമ്മുടെ ഭയങ്കര കാറ്റൊക്കെ വന്നൊരു രാത്രി എന്താ പറ്റി? അത് ഞങ്ങൾ ബംഗാരം എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് താമസം. അപ്പോൾ നമ്മുടെ ഒരു ഹട്ടുകളാ, ആ ഹട്ടിന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓലയൊക്കെയാന്ന് തോന്നല്ലേ, അങ്ങനെ ഓലമേഞ്ഞ് ചെറിയ വളരെ ചെറിയ സംവിധാനത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഉള്ളൂ. അപ്പോൾ ഞാനും റോഷൻ ഒരു മുറിയിലാണ് കിടക്കുന്നത്. രാത്രിയിൽ എന്തോ കാറ്റും കോളും കടലും ഒക്കെ അറിയാം. പക്ഷെ ഭാഗ്യവശാൽ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ കിടന്നുറങ്ങി. ഇത് ചില്ലറ കാറ്റൊന്നും അല്ല. അവിടെ മറ്റേ ഈ ബോട്ടൊക്കെ കഴിഞ്ഞു പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ഈ സൗണ്ട് ഫുള്ള് അട്ടളകുന്നു കേട്ട് ഞാൻ എണീക്കും. പോതന്നെ എണീക്കുന്നില്ല. പിന്നെ ഒരാളെ ഇത് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇത്രയും കടലിനടുത്ത് ഇത്രയും നാള് പോയി നിൽക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഇത് സാധാരണ സംഭവമായിരിക്കും, വെറുതെ പേടിപ്പിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു ഒരു പോയിന്റ് കഴിഞ്ഞ് ഞാനും കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എണീറ്റ്. പിന്നെ രാവിലെ ആയി പതുക്കെ എല്ലാരും പുറത്തിറങ്ങിയിട്ട് ഭയങ്കര കാറ്റായിരുന്നു. അവിടുത്തുകാരൊക്കെ തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ എന്റെ ബെഡിലും ദേഹത്തും ഒക്കെ മണ്ണാ, തലവഴി മൂടി മണ്ണടിച്ച് കിടക്കും. ഫുള്ള് മണ്ണ് ഇങ്ങനെ കാറ്റടിച്ചിട്ട് കാറ്റത്ത് മണ്ണെല്ലാം പൊങ്ങി അങ്ങനത്തെ കാറ്റാ. സാധനം ഫുള്ള് റൂമെല്ലാം അലങ്കോലമായിട്ട് എന്താണ് സംഭവിച്ചത്? ബോട്ടൊക്കെ പോയത്, ബോട്ടൊക്കെ ഒഴുകിപ്പോയി. അങ്ങനെയാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതെന്തായാലും നന്നായി. അതേപോലെ നിങ്ങൾ എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാരാണ്. ഇപ്പം ചേട്ടനാണെങ്കിലും ഒരു ജേർണി ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നതിൽ. റോഷനായാലും ചേച്ചിയാണെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്. എന്താ ചിരിപ്പിക്കുന്നത്? ചേച്ചിനെ ഫോളോ ചെയ്തിട്ടുണ്ടോ നിങ്ങളൊക്കെ? ഇല്ല പിന്നെ ഞാൻ നേരത്തെ ഒരു റീല് കാണുന്ന സ്വഭാവം ഇല്ലായിരുന്നു. ഈ അടുത്ത റീല് കാണുന്ന സ്വഭാവം ഷൂട്ടിന് എന്ന് വന്നപ്പോഴത്തേക്കും എന്നോട് എനിക്ക് മിഥുനെ അറിയാം. അപ്പോൾ ഞാൻ എന്നെ റീലൊക്കെ കാണിച്ചു തന്നു. അന്നേരപ്പോഴാണ് ഞാൻ അവരുടെ 1-2 റീലേ കണ്ടിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ ഷൂട്ടിന് ചെന്നപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇരുന്ന് കാണാൻ തുടങ്ങി. ഇപ്പൊ അഡിക്റ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫുള്ള് കണ്ടു തീർത്ത് ഞാനിവിടെ രണ്ടുപേരും ഭയങ്കര ഫാൻസാണ് പണ്ട് തൊട്ട്. ഇവിടെ എല്ലാ സിനിമകളും ദിലീഷേട്ടന് എനിക്ക് മഹേഷിന്റെ പ്രതികാരം അത് ഇഷ്ടമാണ്. പിന്നെ മറ്റേ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ഇഷ്ടമാണ്. റോഷന്റെ എനിക്ക് മറ്റേ നയൻതാരയുടെ മൂവി അതിന്റെ പെർഫോമൻസ് അസാധ്യമാണ്, ഒരു രക്ഷ. പിന്നെ എനിക്ക് ഡാർലിങ്സ് ആലിയ ഭട്ടായിട്ടുള്ള ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര രസമുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. ഫുൾ ആക്ടേഴ്സ് തമ്മിലുള്ള പ്ലേ തന്നെയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആക്ടേഴ്സ് എല്ലാവരും വർക്ക് ചെയ്യാൻ ഭയങ്കര രസമുള്ള ആൾക്കാരായിരുന്നുകൊണ്ട് ഷൂട്ട് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. ലാംഗ്വേജ് പ്രോബ്ലം ഇല്ല റോഷന്.
ഒട്ടും തന്നെ പ്രോബ്ലം ഇല്ല അല്ലെ? ഹിന്ദി ഭയങ്കര ഫ്ലുവൻ്റ്. അവർക്ക് അവിടെ ജനിച്ചു വളർന്നോളൂ അല്ലേ? ഞാൻ അവിടെ കുറച്ചുനാള് നാടകത്തിന്റെ പരിപാടിയൊക്കെ ആയിട്ട് കുറച്ചുനാൾ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ബോംബെ ഡ്രാമ സ്കൂളിൽ ഒരു കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദിയിൽ കുറച്ച് നാടകങ്ങൾ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ളൊരു കംഫർട്ടാണ്. പിന്നെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് സർക്കിൾ മൊത്തം ഹിന്ദി സ്പീക്കേഴ്സ് ആയിരുന്നു. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചൊക്കെയുള്ള മലയാളത്തിന്റെ ഇംഗ്ലീഷിന്റെ അത്ര അല്ല, നമ്മുടെ മലയാളി ചോയ വരില്ലേ ചില നമ്മൾ തൃശ്ശൂർക്കാർ എന്ത് പറഞ്ഞാലും ആ ഒരു തൃശ്ശൂർ ആക്സെന്റ് വരും. അതില്ല. ഹിന്ദിക്കാരോട് ചോദിച്ചാൽ അറിയാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും റോഷൻ എന്താ കത്തി കയറുന്നു. റോഷൻ ഭയങ്കര ഹിന്ദി. അല്ല, അത് ഭയങ്കര ആൾക്കാരെ എനിക്കാണ് ഈ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഒരു തരത്തിലും പറ്റത്തില്ല. എനിക്ക് മലയാളം അല്ലാതെ ഒരു ഭാഷ, ഇംഗ്ലീഷ് തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു ഭാഷയിൽ ഒരു കാര്യം. ഇപ്പോൾ എനിക്ക് ഡയറക്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ പോലും പുറത്ത് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വേണ്ടാന്ന് എനിക്ക് ആ ലാംഗ്വേജും ചെറുതായിട്ട് തമിഴും കന്നഡയൊക്കെ കുറച്ച് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ ചെറുത് 1-2 മാനേജ് ചെയ്ത് ആ വിശ്വാസത്തിൽ ഒരു തെലുങ്കോടത്തിൽ ഇപ്പോൾ അഭിനയിക്കാൻ പോയിട്ട് നിർത്തി. ഡയറക്റ്റ് ചെയ്യുമ്പോൾ പക്ഷെ ഭാഷ അറിയുന്ന മാത്രമല്ലല്ലോ അവിടുത്തെ കൾച്ചർ കോണ്ടസ്റ്റ്. അത് നമുക്ക് ലാംഗ്വേജും കൂടെ അറിഞ്ഞാലേ ഉള്ളൂ നമുക്കത് ഡീറ്റെയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. മൂവീസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സാധാരണ ആൾക്കാർക്ക് റിലേറ്റബിൾ ആവുന്ന മൂവീസ് അല്ലേ പറയുന്നത്. ഒരു വാക്ക് തന്നെ വന്നതിന് ഓർമ്മയില്ലേ? ഭയങ്കര റിലേറ്റബിൾ ആണ്. നമ്മളൊരു നെക്സ്റ്റ് ഡോർ സ്റ്റോറീസ് എപ്പോഴും പറഞ്ഞു പോകുന്നത്. അപ്പൊ ആളെപ്പോഴും അതിൽ ഭയങ്കര എന്താ സെറ്റിംഗ് ഉണ്ടാക്കിയെടുക്കലാണ്. ഭാഷ പഠിക്കുന്നതിനെക്കാട്ടിലും വലിയ പണി ശരിക്കും അതാണ്. സാർ അപ്പം എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു ജേർണി? എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്? എല്ലാവരെ പോലെ തന്നെ സിനിമ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവരവൻ്റെ എൻ്റെതായ രീതി ഞാൻ ശ്രമിച്ചു, എത്തി, അത്രേ ഉള്ളൂ. എത്താൻ സാധിച്ചു ഭാഗ്യത്തിന്. അല്ല, ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു സാർ? പഠിച്ചിട്ടുണ്ടോ? ഡയറക്റ്റ് ഇല്ല, സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും പഠിച്ചിട്ടൊന്നുമില്ല. ഇല്ല. അപ്പം ആരെവിടെ നല്ല രസമുണ്ട് എല്ലാവരും ഡയറ്റ് അപ്പൊ കണ്ടിട്ട് കൊള്ളാം. ഓക്കെ, അപ്പൊ പഠിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? അതുകൊണ്ട് ഞാൻ MA MPhil ഒക്കെ ചെയ്തത് നാടകത്തിലാണ്, തിയേറ്ററിലാണ്. പക്ഷെ അതൊക്കെ ഞാൻ സിനിമയിൽ എത്തിയതിന് ശേഷമാണ്. പിന്നീട് ഞാനൊരു ബ്രേക്ക് എടുത്ത് പിന്നീട് ഞാൻ ചെയ്യാം. എൻ്റെ കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. ഞാൻ തൃശ്ശൂര്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന? ഞാനിങ്ങനെ നാടക പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പം കോളേജിൽ കയറുന്നപ്പോഴും ആദ്യം പ്രൊഫഷണൽ നാടകം ചെയ്തു തുടങ്ങി. അപ്പം അത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോഴത്തെ ബുദ്ധിയില്ലായ്മയിൽ തീരുമാനിച്ചു ഇത് മാത്രമേ ചെയ്യുള്ളൂ, നാടകം. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് വെച്ചിട്ട് സസ്റ്റെയിൻ ചെയ്ത് പോലും കുറച്ച് ടാസ്കാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. അപ്പം അതിനോടടുത്ത് വേറെ എന്താ ഉള്ളത്? അപ്പം അങ്ങനെ പരസ്യങ്ങൾക്കും മ്യൂസിക് വീഡിയോസ്, ചെറിയ ചെറിയ സീരീസ്, അങ്ങനെ പല സാധനങ്ങൾക്കും ഓഡിഷൻസ് അപ്പോൾ ഓപ്പൺ ആയിരുന്നു. ബോംബെയിൽ അപ്പോഴൊക്കെ ഭയങ്കര ആക്റ്റീവ് ഓഡിഷൻ കൾച്ചറുണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളതുപോലെ. അപ്പം അങ്ങനെ ഓഡിഷൻ ചെയ്ത് തുടങ്ങി. ഒരു ചെറിയൊരു സീരീസ് ചെയ്ത് ആദ്യം. അപ്പോൾ അതിൽ ലോങ് ഫോർമാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ അഭിനയം എന്ന് പറയുന്ന പരിപാടിയും ഭയങ്കര രസമാണല്ലോ എന്ന് തോന്നി. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവിടെയുള്ള കുറച്ച് പരിപാടികൾ ട്രൈ ചെയ്തിട്ടാണ് പുതിയ നിയമം ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. എല്ലാവരും അങ്ങനെ വിചാരിച്ചിരുന്നു. പുതിയ നിയമമാണ് ഫസ്റ്റ് അഭിനയിക്കുന്ന സിനിമ. ആനന്ദം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വർക്ക് വന്നു തുടങ്ങിയത്. എപ്പോഴും ആ ഒരു ടേൺ ഓവർ ഫേസ് ഉണ്ടല്ലോ, നമ്മൾ വർക്ക് ചോദിച്ച് നടക്കുന്ന ടൈം ടു നമ്മളെ ഒരു പ്രോജക്റ്റിന് വിളിക്കുന്നത്. അത് നടന്നത് ആനന്ദം വന്നു കഴിഞ്ഞിട്ടാണ്. ഞാൻ യൂട്യൂബൊക്കെ ചെയ്തപ്പോ അങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് മലയാളം ഫീമെയിൽ യൂട്യൂബർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് രാജേഷ് ചേട്ടനാണ് സോൾട്ട് ബാങ്കുട്ടിയുടെ ഡയറക്ടർ ആയിരുന്നത്. പുള്ളി എന്നെ വിളിച്ചിട്ട് ചെയ്തതാണ്. ഞാൻ പേടിച്ചിട്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ റോട്ടൻ കോക്കനട്ട് അവാർഡ്സ് ഒക്കെ പറഞ്ഞാൽ എല്ലാം ചീത്ത വിളിച്ചു കൊടുക്കുന്ന അവാർഡ്സ് കൊടുക്കുന്നത്. ട്യൂഷൻ ടീച്ചർ. അപ്പൊ ലൈക്ക് റോട്ടൻ ടൊമാറ്റോസ്, റാസീസ് പോലെ, അതുപോലെ റോട്ടൻ കോക്കനട്ട് അവാർഡ്സ് കൊണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു മലയാളത്തില്. അത് കൊടുത്തിട്ട് ഞാൻ പേടിച്ചിട്ടാണ് അഭിനയിച്ചത്. കാരണം എനിക്കെന്താ പണി കാരണം കുറെ വർഷം കഴിഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ ചെയ്തിട്ട് കുറെ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ നിർത്തി അന്നത്തോടെ ഞാൻ നിർത്തി. അത്ര ചീത്ത കേട്ടിട്ടുണ്ട്. ഇല്ല തന്നിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ 10 കൊല്ലം ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ ടിക്ടോക്കിലൊക്കെ ആക്റ്റീവായി, ഇൻസ്റ്റയിൽ ആക്റ്റീവായി. അങ്ങനെ മാർട്ടിൻ ചേട്ടൻ വിളിച്ചിട്ട് ഷായി ചേട്ടൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്നത് ഈ പടത്തിൽ. റീൽസ് കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചു. അതെ, എനിക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഭാഗ്യം. ഇതിന് വലിയ ഭാഗ്യം. എനിക്ക് ഇപ്പൊ നിങ്ങളാരും ഈ സിനിമ ഫീൽഡ് അല്ലായിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും പ്രൊഫഷൻ ആവാൻ ചാൻസ് ഉണ്ടായിരുന്നത്?
വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഡ്രൈവറായിട്ടൊക്കെ നിന്നാൽ ഞാൻ ഹാപ്പി ആയിരുന്നു തന്നെ എന്ന് തോന്നിയിട്ടുള്ളൂ. വണ്ടി ഇഷ്ടമാണ്. ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. ഏതാ ഇഷ്ടമുള്ള വണ്ടി? അതങ്ങനൊന്നുമില്ല, പല വണ്ടികളും ഇഷ്ടമാണ്. പക്ഷെ എന്തോ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് പിന്നെ കുറച്ച് പീസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നുള്ള എല്ലാം അങ്ങനെയാണ്. ഗാർഡനിങ് ഇഷ്ടമാണ്, വൃത്തിയാക്കൽ ഇഷ്ടമാണ്. പിന്നുള്ള അഭിനയം കഴിഞ്ഞ പിന്നെ താല്പര്യമുള്ള ജോലികൾ ഇതൊക്കെയാണ്. അതൊക്കെ ഓപ്ഷൻസ് ആണ്. എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അത് കിട്ടാനുള്ള ക്വാളിറ്റിയും കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര സംശയമാണല്ലോ. അല്ല, എന്നാലും എനിക്ക് ഈ ശരിക്കും പോലീസ് പ്രൊഫഷൻ എനിക്ക് ഭയങ്കര, പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാനിപ്പം റിയാലിറ്റി മനസ്സിലാക്കി, ആ പോലീസ് പ്രൊഫഷൻ അല്ല, കുറച്ചുകൂടെ കുറ്റാന്വേഷണം മാത്രം അന്വേഷിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഡിറ്റക്റ്റീവ് പരിപാടി. ഞാൻ ഇടയ്ക്ക് ശ്യാമനോട് പറയാല്ലേ, നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് ടൈമിൽ നമുക്കൊരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങിയാൽ എനിക്ക് ചെറിയ താല്പര്യമുള്ള ഹരമാണ്. എനിക്ക് അതിനകത്ത് ഈ ഈ ആൾക്കാരെ ക്യാരക്ടേഴ്സിന് ആൾക്കാരെ മനസ്സിലാക്കുക, അവരെ കൃത്യമായിട്ട് ആളെ പഠിക്കുക, അതിലാണ് എനിക്കൊരു താല്പര്യകക്ഷിയാണ് ഞാൻ. വ്യക്തികളെ അനലൈസ് ചെയ്യുന്നതിൽ അവരിലെ എനിക്കിങ്ങനെ തോന്നുന്നു. ആൾക്കാരിങ്ങനെ റിയൽ ലൈഫിലാണെങ്കിലും ചെറിയ എനിക്ക് എല്ലാം എത്രമാത്രം ഉണ്ടെന്നറിയാം, പക്ഷെ ആൾക്കാരെ എനിക്ക് കള്ളത്തരം പറയാൻ എനിക്ക് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആൾക്കാർ ചെറിയ കള്ളത്തരമായിരിക്കും, പക്ഷെ അത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടും, ഇത് കറക്റ്റല്ല, ഇയാളുടെ ഇതുമായിട്ട് ആ ലോജിക്കലി ചേരുന്നില്ല. അതിങ്ങനെ ഞാൻ ഇങ്ങനെ എപ്പോഴും എൻ്റെ ഒരു നേച്ചറിലതുകൊണ്ട്. അല്ലാതെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ്. കള്ളം പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഏത് സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പറയുന്നു, എത്ര ഇൻറ്റൻസിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നമ്മളിപ്പം ഞാൻ എക്സാക്റ്റ് ആയിട്ടുള്ള ഞാനല്ല ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് വരും, അല്ലെ അങ്ങനെയല്ല എല്ലാവരും. വീട്ടിൽ പോലും ഞാൻ പറയുന്ന മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പോലെ അല്ലോ വീട്ടിൽ പുറത്തിറങ്ങി ചെയ്യുന്നത്. എല്ലാത്തിലും ഞാൻ പറയുന്നത് വളരെ മൈന്യൂട്ടാണ് ആ ലെയർ, പക്ഷെ ആ വളരെ മൈന്യൂട്ട് ലെയർ പോലും ഒരു സാധനമാണ്. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചു പോയത്, സോഫ്റ്റ്വെയർ ടെക് ഫീൽഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയത്. ഞാൻ ചെറിയൊരു CEO ഒക്കെ ആയിരുന്നു. എനിക്ക് കമ്പ്യൂട്ടർ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പറയാം അങ്ങനെ പഠിച്ചു പോയേനെ. ഞാൻ പോയില്ല. അതാണ് പോയിന്റ്. അപ്പൊ ഈ സിനിമ ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവുമല്ലോ, ബ്രേക്ക് ആയിട്ടൊക്കെ ഉള്ള ദിവസം, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഡേ ഇൻ ലൈഫ് എങ്ങനെയായിരിക്കും? സിനിമ ഒന്നും വെറുതെ എനിക്ക് ഉറങ്ങുക, അങ്ങനെ കിടന്നങ്ങനെ ഉറങ്ങും. ഉറക്കത്തിന് നല്ല ഉറങ്ങുക, സിനിമ കാണുക, എന്തെങ്കിലും സുഹൃത്തുക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഈ 3 ആക്ടിവിറ്റിയാണ് പ്രധാനമായിട്ടും ഉള്ളൂ. വേറൊന്നും ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് എനിക്ക് തരാറില്ല. അങ്ങനെ ഫുഡ് അതൊരു അയ്യോ എനിക്ക് ടെൻഷൻ വന്ന ഫുഡ് കഴിക്കണം, ഉറങ്ങാൻ വേണം നല്ലോണം. ചോറും കറിയും. എനിക്ക് അതോട് ചോദിക്കണം, ഈ ദിലീഷ് പോത്തൻ എന്നുള്ള പേരെങ്ങനെയാ വന്നത്? എന്താ അത് മീൻ ചെയ്യുന്നത്? നല്ല വെറൈറ്റി. എൻ്റെ വല്യപ്പൻ്റെ പേര് പോത്തൻ എന്നായി പോയതുകൊണ്ടാണ്. അതൊരു കോട്ടയത്തുള്ളൊരു പേര് തന്നെയാണ്. അത് പോത്ത് എന്നുള്ള പേരിനോട് ഇച്ചിരി സാമ്യമുള്ളതുകൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. പോത്തൻ എന്ന് പറയുന്നത് കോട്ടയത്തൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഹരി പോത്തൻ എന്ന് കേട്ടിട്ടില്ലേ? ഹരി പോത്തൻ എന്ന് കേട്ടിട്ടില്ലേ? മലയാള സിനിമയെ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് കേൾക്കാത്തത്. പ്രതാപ് പോത്തൻ നല്ല ധാരണയോടുകൂടിയാണ് സിനിമാക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. എനിക്ക് സിനിമ ഇഷ്ടമാണ്, പക്ഷേ ഇത് വരുമല്ലോ ലാസ്റ്റ് ഇങ്ങനെ പേര് എഴുതി കാണിക്കുമ്പോൾ ഞാനും മാറും. അല്ല, അതൊരു പേരാണ്. ഞാൻ പോത്തൻ എന്നുള്ളത് ഒരു പേര് തന്നെയാണ്. എവിടെ സ്ഥലം എവിടെയാ? അറിയേണ്ടതാണല്ലോ. കോട്ടയത്തൊക്കെ ഇഷ്ടംപോലെ പോത്തന്മാരുണ്ട്. അങ്ങനെ അത്ര ഫെമിലിയർ അല്ല. അവിടെ മാവേലിക്കരയാണ്, ആലപ്പുഴയാണേലും അവിടെ അങ്ങനെ വരാറില്ല. ഉറങ്ങുക. സുഹൃത്തുക്കൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളോട് ഇങ്ങനെ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് തർക്കിച്ച് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉറങ്ങാൻ ഇഷ്ടമാണ്. ഫുഡ് എടുക്കാം കേട്ടോ, അവിടെ ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഷൂട്ട് ടോട്ടൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? ടോട്ടൽ 40 to 50 days. 50 ദിവസത്തിനകത്ത് തീർന്നു മൊത്തം. അപ്പൊ യൂഷ്വലി നിങ്ങൾ ഇങ്ങനെ സിനിമ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ആ ക്യാരക്ടർ ഒന്ന് മാറാൻ വേണ്ടിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ലൈക്ക് ട്രാവൽ ചെയ്യോ, എന്താ ചെയ്യാറുണ്ട്? അങ്ങനെ ക്യാരക്ടർ ഇന്ന് എല്ലാ ദിവസം വൈകുന്നേരം ആകുമ്പോൾ മാറും.
തിരിച്ചാവുന്നത്. അതങ്ങനെ ഒരു അത്രയൊക്കെ ഉള്ളുന്നേ. അതിപ്പോ മറ്റേ ശീലങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഹീറ്റ് ലെഡ്ജറാന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. ഇല്ല അത് തിരിച്ചു വന്നിട്ട് 1-2 ദിവസം പകല് കിടന്ന് ഉറങ്ങാൻ ഉള്ള ടെൻഡൻസിയും രാത്രി ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചെറിയ അതൊക്കെ ബോഡി മാത്രമാണ് ഓർത്ത് വെക്കുന്നത് എന്തെങ്കിലുമൊക്കെ. നമുക്ക് ഈ പ്രശ്നമൊന്നും ഇല്ല, എനിക്ക് ഈ പ്രശ്നമായിരുന്നില്ല. എനിക്ക് പകലായിരുന്നു. എനിക്ക് ഈ പ്രശ്നമായിരുന്നില്ല. നല്ല ഫുഡ് കിട്ടി. അതെ, എന്നിട്ട് രാത്രിയിലുള്ള സീനിൽ നിങ്ങൾ ഉറങ്ങുമായിരുന്നു. എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. ശരിയാ, ഞാൻ രാത്രി വരുന്ന സീനുണ്ടായിരുന്നു. അത് ഉറങ്ങുന്നത് തന്നെ. സുഖമായിരുന്നു. എവിടെ ഷൂട്ട് തന്നത് കണ്ണൂരായിരുന്നല്ലേ? കണ്ണൂർ ഇരിട്ടി. അപ്പൊ നിങ്ങള് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ട്രാവൽ ചെയ്യാനൊക്കെ പോയായിരുന്നു അവിടെ സ്ഥലങ്ങളൊക്കെ? അങ്ങനെ ഒരു ഫ്രീ ടൈം ഒന്നും ഇല്ല നമുക്ക്. നമ്മളിന്ന് ഇപ്പം സിനിമയുടെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ശരിക്കും ഏതൊരു പടമാണ് രാവിലെ 6 തൊട്ട് വൈകിട്ട് 9 മണി വരെ, അല്ലെങ്കിൽ വൈകിട്ട് ഇതിപ്പോൾ ഈ പടമായതുകൊണ്ടാണ് ഇങ്ങനെ. ഇതിനിടയ്ക്ക് പിന്നെ നമുക്ക് കിട്ടുന്നത് 5-8 അവേഴ്സ് ആകെയുള്ളൂ. അതിനിടയ്ക്ക് ഹോട്ടലിൽ നിന്ന് ട്രാവൽ ചെയ്യണം, നമ്മൾ എഴുന്നേക്കണം, കുളിക്കണം, ഫുഡ് കഴിക്കണം, പലവിധ പണികളുണ്ട്. ശരിക്കും ഒരു ടൈറ്റ് ഷെഡ്യൂൾ ഷൂട്ടിനിടയിൽ ഒരു 6 മണിക്കൂർ 6 to 7 hours ഉറങ്ങാനുള്ള സമയം നമുക്ക് കിട്ടത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും കിട്ടത്തില്ല. ഇല്ല, എനിക്ക് പറഞ്ഞ പ്രശ്നമുണ്ടായിരുന്നില്ല. ഈ സിനിമയുടെ സ്ട്രക്ചർ വെച്ച് ഇതിന്റെ ക്രൂവിനും പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ. ഞങ്ങളില്ലാത്ത സീനില്ലാത്തതുകൊണ്ടാണ്. മെയിൻ ആൾക്കാരല്ലേ ഇവരൊക്കെ. ഇവിടെ തലയിലുള്ള എല്ലാം കിടക്കുന്നത്. അപ്പൊ ഇവര് തലയിലല്ല, നമ്മൾ ശരീരത്തിൽ അവരുടെ തലയിൽ. ശരീരത്തിലെ അവരുടെ തലയിൽ. അല്ല, ഞാൻ ഷോൾഡറിലാണോ എല്ലാ വെയിറ്റ് ക്യാരി ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഇത്ര ഹെക്ടിക് ആയാലും ഇതിന്റെ ഒരു വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്തിരിക്കുന്നത്. ഷായിയുടെ ഫ്രണ്ട്സ് സർക്കിൾ, പോലീസുകാർക്കുള്ളിൽ ഷായിക്ക് കുറെ ഭയങ്കര നല്ല ബന്ധങ്ങളുണ്ട്. എല്ലാവരും കലാകാരന്മാരാണ്, എഴുത്തുകാര്, ആക്ട് ചെയ്യുന്നവര്. അപ്പൊ അങ്ങനെ ഇവരെല്ലാം വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും സെറ്റില്. അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ റോഷന്റെ ഫാമിലി ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്തു. ഒരു ദിവസം എന്റെ വീട്ടിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇടയ്ക്ക് വന്ന് 2-3 ദിവസം ക്യാമ്പ് ചെയ്തു. അപ്പം വൈകിട്ട് അവിടെ പിടിച്ചിരുത്തി. ഉമ്മാർക്ക് ഉറക്കം വരും രാത്രി കുറെ കഴിയുമ്പോൾ. ഇരിക്കുന്ന പറഞ്ഞിട്ട് രാവിലെ വരെ പിടിച്ചിരുത്തി. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് ബോറിംഗ് ആയി തോന്നാൻ സാധ്യതയുണ്ടല്ലേ? എന്നുവെച്ചാൽ ഫീൽഡായിട്ട് ബന്ധമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടേക്കും കാര്യങ്ങളും ഒക്കെ. കാഴ്ച കാണാൻ വന്നാൽ ബോറടിക്കും എന്തായാലും. കുറച്ചു നേരം കണ്ടിരിക്കുക അല്ലേ? പക്ഷേ ഒരു കുറച്ചു നേരം എല്ലാ സിനിമയും അത് ഒരു പണിയില്ലാതെ നമ്മൾ സെറ്റിൽ പോയാൽ. പക്ഷേ അതെന്ന് വെച്ചാൽ നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഫൈറ്റ് സീൻ എടുക്കുവാണെങ്കിൽ കുറച്ചു നേരം കൂടെ ആൾക്കാർ കണ്ടോണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അല്ലേ, ബോംബ് പൊട്ടി എന്തെങ്കിലുമൊക്കെ ഐറ്റം ഉണ്ടെങ്കിൽ ആൾക്കാർ പാട്ട്, ബോംബ്, ഇതൊക്കെയാണ്. അല്ല, എന്തെങ്കിലും കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ കുറച്ചു നേരം ഇവിടെ വന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ട് 2-3 മണിക്കൂർ കണ്ടോണ്ടിരിക്കാൻ. ഇപ്പൊ എത്ര നേരം എടുക്കും? അവിടെ നടക്കുന്ന പണിക്കൊരു തടസ്സമാവാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല. ചേച്ചിയുടെ പ്ലാൻ എന്താ ഈ മൂവി കഴിഞ്ഞിട്ട് അപ്കമിങ് മൂവീസ് ഒക്കെ? ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഫുഡൊക്കെ ഉണ്ടെന്ന് ചോദിച്ചോ? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഷാഹിനെ പറഞ്ഞു വിടണം. നമ്പറൊക്കെ വാങ്ങിച്ചായിരുന്നു. ഒന്നും ആർക്കും പറയല്ലേ. ഓക്കെ, അപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജൂലൈയിലാണ് എനിക്ക്. മിഥുൻ ചേട്ടൻ എങ്ങനെയാ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു 10 years കഴിഞ്ഞിട്ടാ വരുന്നത്. അപ്പം ഞാൻ ചുമ്മാ ചേച്ചിനെ കുറിച്ച് ഗൂഗിളൊന്ന് അടിച്ചു നോക്കി. അപ്പൊ പറയാ മിഥുൻ ചേട്ടന്റെ സപ്പോർട്ട് സിസ്റ്റമാണ് ലക്ഷ്മി മേനൻ. എന്റെ സംശയം ഗൂഗിൾ പറഞ്ഞു. ഗൂഗിളിന് വരെ മനസ്സിലായി. എന്നിട്ട് മനസ്സിലായില്ലല്ലോ. ഞാൻ എക്സ്പെക്ട് ചെയ്ത ആർട്ടിസ്റ്റ് ആണ്, ഇൻഫ്ലുവൻസർ, അതൊന്നല്ല. മിഥുൻ ചേട്ടൻ പറഞ്ഞു ലക്ഷ്മി ചേച്ചിയാണ് സപ്പോർട്ട് സിസ്റ്റം ലൈഫിൽ, കരിയറിൽ ലക്ഷ്മി ചേച്ചി ഇതായിരുന്നല്ലേ ലക്ഷ്മി ചേച്ചി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ സപ്പോർട്ട്? നല്ല സപ്പോർട്ടായിരുന്നു. ഷൂട്ടൊക്കെ ഇവിടെ ആയിരുന്നല്ലോ, അപ്പൊ ദുബായിൽ നിന്ന് വരേണ്ടി വന്നില്ലേ? എനിക്ക് 3 days വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. മോളെ നോക്കാന്ന് ചേട്ടും അവരൊരു ഹാപ്പി ആയിരുന്നു ഞാൻ പോയി കഴിഞ്ഞപ്പോൾ. സത്യം പറഞ്ഞാൽ അവര് ഞാൻ ഇന്നേ വരെ കഴിക്കാത്ത ഫുഡ് കഴിക്കാൻ പോയി, ഓരോന്ന് ഐസ്ക്രീം അതൊക്കെ കഴിച്ച് അവരുടെ ലൈഫില് ഹാപ്പി ആയിരുന്നു. ഇനി ഒരുപാട് വേണമെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്തരാം, നീ അങ്ങോട്ട് പോയിക്കോ. തിരിച്ചു വന്നപ്പോ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ഷൂട്ട് ഇത്ര പെട്ടെന്ന് വിശേഷങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ് ചേട്ടൻ? അതെ, ഇഷ്ടമാണ്. പക്ഷെ പെട്ടെന്ന് ഭയങ്കര ഫോക്കസ് മാറും. കുറച്ച് ADHD ഉള്ള പോലെ പെട്ടെന്ന് ഫോക്കസ് മാറും. മോള് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ സപ്പോർട്ട്? മോള് കുഴപ്പമൊന്നുമില്ല, മോള് ഹാപ്പിയാണ്. ഹാപ്പിയാണ്. മൊത്തത്തിൽ അടിപൊളി ഫാമിലി ആയിരുന്നു. മൊത്തത്തിൽ നല്ല ചിൽച്ചിലാണ്. അതെ. ഓക്കെ, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫുഡ് അടിപൊളിയാണ്. കുറച്ചുകൂടെ എന്തെങ്കിലും ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. അല്ലെങ്കിൽ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നണത് നീ ക്യാമറ ഒന്ന് കട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇവരും പോയിട്ട് എന്തെങ്കിലും കഴിക്കും. പ്ലേറ്റ് മാറ്റിട്ട് അല്ല, ഇവര് ഈ അപ്പത്തിന് കറി കൊണ്ടുവന്നില്ല എന്നുള്ളൊരു ടെൻഷൻ മാത്രം. ജീവിതമാണ്. ഞാൻ വെറുതെ പറഞ്ഞോട്ടോ ഈ
ഓക്കെ താങ്ക് യു സോ മച്ച്. ഞാൻ നല്ലൊരു ലഞ്ച് കഴിച്ചു. താങ്ക് യു. മനസ്സറിഞ്ഞു, വയറ് നിറഞ്ഞു. ആൻഡ് ബൈ ദ വേ നമ്മൾ ഇരിക്കുന്നത് റോന്ത് എന്നുള്ള മൂവി റൈറ്റ്? ഞാൻ കറക്റ്റായിട്ടല്ലേ പറയുന്നത്? ഞാൻ ഞെട്ടിപ്പോയി. പെട്രോളിയത്തിന്റെ മലയാളമായിരുന്നു റോന്ത് എന്ന് പറഞ്ഞ സമയത്ത്. അപ്പൊ അത് ആ റെഡ് കളർ എന്താണെന്ന് പറയാൻ പറ്റുമോ? അത് സിനിമ പറയുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് സസ്പെൻസ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് റോന്ത് എന്നുള്ള മൂവി വരുന്ന June 13th തിയേറ്ററിൽ വരികയാണ്. നമ്മുടെ ലക്ഷ്മി ചേച്ചി, റോഷൻ, ദിലീഷേട്ടൊക്കെ അഭിനയിച്ച മൂവിയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം അല്ലേ? തീർച്ചയായിട്ടും. ക്യാമറ നിങ്ങൾക്ക് പറഞ്ഞു, എവിടെ ക്യാമറ? ചേച്ചിയുടെ ക്യാമറ അവിടെ, റോഷന്റെ ക്യാമറ. ജൂൺ 3 ഞങ്ങളുടെ പടം റിലീസ് ആവണം. എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും ബ്ലെസ്സിങ്സും വേണം. ഓക്കെ, മതിയോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, സന്തോഷം. അപ്പൊ പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നത്. ബൈ.